സുഹൃത്തുക്കളെ, ഇന്നത്തെ ഈ സായാഹ്നം ഇവിടെ സൂചിപ്പിച്ച പോലെ വക്കം മൗലവി ഫൗണ്ടേഷൻ ട്രസ്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ വർഷവും നടത്തുന്ന 2 പ്രധാനപ്പെട്ട ചടങ്ങുകളുടെ വേദിയാണ് ഇന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പാകെ ഉള്ളത്. അതിലൊന്ന് ഈ ട്രസ്റ്റിൻ്റെ, ഈ സംഘടനയുടെ വക്കം മൗലവിയുടെ ഓർമ്മയിൽ അദ്ദേഹം നടത്തിയ സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങളെ ഓർമ്മിപ്പിക്കുകയും അതിൽ നിന്നുള്ള പാഠങ്ങൾ ജനങ്ങളെ കൂടുതലായി അറിയിക്കുകയും ചെയ്യുക എന്ന ഒരു കർത്തവ്യം, ആ കർത്തവ്യത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഇത്തരമൊരു ട്രസ്റ്റ് സ്വന്തം പണം മുടക്കി ഇങ്ങനെ ഒരു ട്രസ്റ്റ് സ്ഥാപിക്കാനും ഇതിനു വേണ്ടുന്ന പ്രാഥമികമായ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കാനും ശ്രമിച്ച ശ്രീ K.M. ബഷീർ എന്ന വ്യക്തിയെ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതിയെ, എങ്ങനെ അദ്ദേഹം സമൂഹത്തോട് നമുക്കെല്ലാമുള്ള, പ്രത്യേകിച്ചും അഭ്യസ്തവിദ്യരും പല പദവികളിലും പ്രവർത്തിക്കാൻ കഴിഞ്ഞവരുമായിട്ടുള്ളവർക്ക് അവരുടെ ഉത്തരവാദിത്വം, കടമകൾ എന്തൊക്കെയാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു പ്രവർത്തന ശൈലിയുടെ ഉടമയായിരുന്ന ശ്രീ K.M. ബഷീറിൻ്റെ ഓർമ്മ ഒരു മെമ്മോറിയൽ ലെക്ചർ വഴിക്ക് നമ്മൾ നടത്തുന്ന പരിപാടിയാണ്. മറ്റൊന്ന്, Prof.N.A.Karim അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ വ്യക്തമായ ഒരു ലക്ഷ്യത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു അവാർഡ് സാമൂഹ്യ പ്രവർത്തകർക്ക് കൊടുക്കണം എന്ന് നിശ്ചയിച്ചു. അത് ഒരുപക്ഷെ കേരളത്തിലും ഇന്ത്യയിലും ഒരുപക്ഷെ പുറത്തും ഉള്ള ഒട്ടേറെ അവാർഡുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു അവാർഡാണ്. ആ അവാർഡ് എന്താണെന്ന് ചോദിക്കുമ്പോൾ, അദ്ദേഹം ഏറെക്കാലം സാമൂഹ്യ സേവനം ചെയ്ത് സമൂഹത്തിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും നാട്ടുകാരുടെ എല്ലാവരുടെയും അംഗീകാരം പിടിച്ചു പറ്റിയതിന് ശേഷം അതിനൊരു അംഗീകാരം അവസാനം കൊടുക്കുക എന്നുള്ളതിന് പകരം ജീവിതത്തിൻ്റെ ഏതാണ്ട് അവരുടെ പ്രവർത്തനത്തിൻ്റെയും മധ്യഭാഗത്ത് തന്നെ ഇത്തരത്തിലുള്ള നേതൃത്വ പാഠവും സാമൂഹ്യ സേവന തൽപരതയും കാണിക്കുന്ന, കൂടുതൽ സാധ്യതയും അവരിൽ നിന്ന് സമൂഹത്തിന് കൂടുതൽ പ്രതീക്ഷിക്കുകയും ചെയ്യാവുന്ന അത്തരത്തിലുള്ള വ്യക്തിത്വങ്ങളെ കണ്ടെത്തി അവർക്കൊരു അവാർഡ് നൽകുകയും അതുവഴി തുടർന്നും അവർ ഈ പ്രവർത്തനം കൂടുതൽ ശക്തിയോടും കൂടുതൽ ആവേശത്തോടും കൂടുതൽ ആർജവത്തോടും കൂടി നടത്തുവാൻ സാധിക്കണം. അങ്ങനെ ആയിരിക്കണം അവാർഡുകൾ എന്നുള്ള പ്രത്യേകമായ, അദ്ദേഹത്തിന് എപ്പോഴും വ്യത്യസ്തമായി ചിന്തിക്കുന്ന ഒരു മഹത് വ്യക്തിയായിരുന്നു പ്രൊഫസർ കരീം. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. ഏതായാലും ഈ പ്രഭാഷണത്തിലും അല്ലാതെയും അവതരണങ്ങൾ ഉണ്ടാവും. പക്ഷേ ഈ അവാർഡിലും അദ്ദേഹം വളരെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത കാണിച്ചിട്ടുണ്ട്. അപ്പം ഈ 2 ചടങ്ങുകൾ കൂടിയായിട്ട് ഇന്ന് ഇവിടെ വന്നിട്ടുള്ള ഈ മഹനീയ സദസ്സ്, അവർക്കാണ് ഞാൻ ആദ്യം വക്കം മൗലവി ഫൗണ്ടേഷൻ ട്രസ്റ്റിൻ്റെയും ഈ ചടങ്ങുകളുടെ സംഘാടകരുടെയും, നിങ്ങൾ ഇതിൽ പങ്കെടുക്കുന്ന പലരും ഈ വക്കം മൗലവി ഫൗണ്ടേഷൻ്റെ സുഹൃത്തുക്കളും പ്രവർത്തകരുമാണ്. അവരുടെ എല്ലാവരുടെയും പേരിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ ആദ്യമേ സ്വാഗതം പറയുന്നു. ഇനി ഇന്നത്തെ ഏറ്റവും മുഖ്യ അതിഥി ഈ പ്രഭാഷണം നടത്താമെന്ന് സമ്മതിച്ചിട്ടുള്ള മഹത് വ്യക്തിയാണ്. ഉന്നതനായ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ. അതിനും പുറമെ കേരള സംസ്ഥാന പ്ലാനിംഗ് ബോർഡിൻ്റെ വൈസ് ചെയർമാൻ. പക്ഷേ അദ്ദേഹം ഈ പ്രൊഫസർ V.K.Ramachandran അദ്ദേഹം പ്ലാനിംഗ് ബോർഡിൽ ചേരുന്നതിന് മുമ്പ് തന്നെ ഈ രംഗത്ത് അദ്ദേഹത്തിൻ്റെ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എക്കണോമിക് ഡിവിഷൻ്റെ തലവനായി വളരെയധികം വർഷങ്ങൾ
വർക്ക് ചെയ്യുകയും അമേരിക്ക അടക്കമുള്ള ഒട്ടേറെ പാശ്ചാത്യ രാജ്യങ്ങളിൽ വളരെ ഏറെ സർവകലാശാലകളിലും മറ്റും വിസിറ്റിംഗ് പ്രൊഫസറായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. സാമ്പത്തിക ശാസ്ത്രവും സ്റ്റാറ്റിസ്റ്റിക്കൽ സയൻസും ഒക്കെ ആയി ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടേറെ ഇൻ്റർനാഷണൽ ജേണലുകളുടെ എഡിറ്ററായും അതിന് പത്രാധിപ സമിതി അംഗമായും അതിലെ വളരെ അത്തരത്തിലുള്ള പ്രബന്ധങ്ങളൊക്കെ സെലക്ട് ചെയ്യുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന ഒട്ടേറെ വേദികളിലൊക്കെ പ്രവർത്തിച്ച് ഈ രംഗത്ത് വളരെയധികം പ്രവർത്തനം നടത്തുകയും, പക്ഷേ നമ്മളെപ്പോലെയുള്ള മലയാളികളെപ്പോലെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക ഒട്ടേറെ ശബ്ദമുണ്ടാക്കുന്നവരെയാണ്. പക്ഷേ നിങ്ങൾ വളരെ നിശബ്ദം അദ്ദേഹത്തെ ഏൽപ്പിച്ച ജോലി വളരെ സമർത്ഥമായി ഇന്ന് സാമ്പത്തികമായി ഇന്ത്യ അല്ല ലോകത്തിലെ വൻ ശക്തികൾ വരെ, അമേരിക്ക അടക്കമുള്ള ശക്തികൾ ഇന്ന് സാമ്പത്തിക രംഗം വളരെയധികം മാന്ദ്യത്തിലിരിക്കുന്ന ഒരു കാലമാണ്. കേരളത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയോ ഇന്ത്യയുടെ തന്നെയോ വളരെ മെച്ചപ്പെട്ട അവസ്ഥയിലല്ല. എങ്കിൽ പോലും ഇന്നും വളരെയേറെ ഒച്ചപ്പാടുകളില്ലാതെ വികസനത്തിന് ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള പദ്ധതികളെ തിരഞ്ഞെടുക്കാനും അതിനെ ഗവൺമെൻറ്റിൻ്റെ നയങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള പരിപാടികൾ ഉണ്ടാക്കാനും ശ്രമിക്കുന്ന ശ്രീ V.K.Ramachandran അവർകളെ ഇത്തരമൊരു പരിപാടിക്ക് പ്രത്യേകിച്ചും ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യനായിരുന്ന ILOയിൽ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്ന KM ബഷീർ സാർ, ഇതിൻ്റെ സ്ഥാപകൻ, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വിലയിരുത്തി അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെ നമ്മൾ ഒന്നുകൂടി പരിചയപ്പെടുത്തുന്നതിന് ഇദ്ദേഹത്തെ പോലെയുള്ള ഒരു വ്യക്തിയെ കിട്ടിയതിൽ നമുക്ക് അതിയായ സന്തോഷമുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും ട്രസ്റ്റിൻ്റെ പേരിലും ഞാൻ സ്വാഗതം. ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് ഡോക്ടർ രവിരാമനാണ്. VMFTയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തകർക്ക് രവിരാമൻ ഒരു പുതുമുഖമല്ല. VMFTയിലെ പല പരിപാടികളിലും ഇൻക്ലൂഡിങ് നമ്മുടെ റിനൈസൻസ് ലെക്ചറുകളിൽ പങ്കെടുത്തിട്ടുണ്ട്. മറ്റ് ഒട്ടേറെ പരിപാടികളിൽ പങ്കെടുക്കുകയും വളരെയധികം സഹായവും നിർദ്ദേശങ്ങളും ഒക്കെ തരികയും ലേബർ സ്റ്റഡീസിനെ കുറിച്ച് വളരെയധികം പഠനങ്ങൾ നടത്തുകയും പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ള, പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തെ പോലെയുള്ള ഒരാൾ ഈ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് ഈ യോഗത്തെ നയിക്കുന്നതിന് തയ്യാറായി വന്നതിൽ നമുക്ക് അദ്ദേഹത്തെ VMFTയുടെ പേരിൽ സ്വാഗതം ചെയ്യാം. ഇനി ഇന്നത്തെ അവാർഡ് വാങ്ങുന്ന ശ്രീ അൻവർ സാദത്ത്, അദ്ദേഹം ഇപ്പോഴും ഗവൺമെൻറ്റിൽ ഉദ്യോഗം ചെയ്യുന്ന ആളാണ്. കൈറ്റ് എന്നതും നമ്മൾ ഇന്ന് ഓൺലൈൻ വിദ്യാഭ്യാസം ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ, പ്രത്യേകിച്ചും കോവിഡ് നമ്മളെ കഴിഞ്ഞ 2-2.5 വർഷമായി നമ്മുടെ വിദ്യാഭ്യാസത്തെയും വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ അധ്യാപകരെയും ഏതാണ്ട് പിടിച്ച് കശക്കി ഇരുത്തിയിരിക്കുന്ന ഒരവസ്ഥയിൽ മുടക്കം കൂടാതെ ഏറ്റവും കഴിവുറ്റ നിലയിൽ ഈ വിദ്യാഭ്യാസം ഓൺലൈനിൽ തുടർന്നു കൊണ്ടുപോകാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വളരെ നിശബ്ദം നീക്കിക്കൊണ്ടുപോയ ഒരു വ്യക്തിയാണ് ശ്രീ അൻവർ സാദത്ത്. ഇദ്ദേഹത്തിന് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ ഈ ആ കാലത്ത്, കോവിഡ് കാലത്ത് ലോകത്തിലെമ്പാടുമുള്ള വിദ്യാഭ്യാസത്തിന് വന്നിട്ടുള്ള മുടക്കങ്ങളെയും തടസ്സങ്ങളെയും അറിയാവുന്ന കൊളംബിയ യൂണിവേഴ്സിറ്റി ഒരു ചർച്ചായോഗം സംഘടിപ്പിക്കുകയുണ്ടായി. ഇദ്ദേഹത്തോട് എങ്ങനെയാണ് കേരളം ഇങ്ങനെ സാധിച്ചത് എന്നതിനെക്കുറിച്ച് ഒരു പ്രസൻറ്റേഷൻ പറയാൻ. ആ സമ്മേളനത്തിൽ VMFTയുടെ വൈസ് ചെയർപേഴ്സണായ ഡോക്ടർ സാജിദ ബഷീറും ഞാനും ഞങ്ങൾക്ക് 10 മിനിറ്റ് വീതം അതിൻ്റെ തന്നെ വേറെ മുഖങ്ങളെക്കുറിച്ച് സംസാരിക്കാനൊരു അവസരമുണ്ടായിരുന്നു. അന്നത്തെ ചർച്ചയിൽ തന്നെയും ഈ ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ലോകം മുഴുവൻ ശ്രദ്ധിക്കുവാൻ പറ്റുന്ന രീതിയിൽ കൊണ്ടുപോയി എന്നുള്ള ഒരു പ്രത്യേക വിവരം കൂടി നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഞാൻ അൻവർ സാദത്തിനെ ഈ യോഗത്തിലേക്ക് ക്ഷണിച്ചു. ഇനി ഇവിടെ ആശംസ പറയാൻ ഏറ്റിരുന്നത് പ്രൊഫസർ അച്യുത് ശങ്കർ.
അച്യുത് ശങ്കറിൻ്റെ പേരിന് വിശേഷണങ്ങളൊന്നും ആവശ്യമില്ല. അദ്ദേഹം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് പുറത്തിറങ്ങിയ മുതൽക്ക് വ്യത്യസ്തമായി ചിന്തിക്കുകയും വ്യത്യസ്തമായി പ്രവർത്തിക്കുകയും ആ ചെയ്യുന്ന ഓരോന്നിലൊരു പുതുമയുണ്ടാവുകയും കല, സാംസ്കാരിക വിഷയങ്ങളിൽ അദ്ദേഹം പഠിച്ച ശാസ്ത്രത്തെക്കാൾ ആഴത്തിൽ പ്രവർത്തിക്കുകയും സമൂഹത്തിലുള്ള പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ചും ഒക്കെ തന്നെ ഒട്ടേറെ ഇറങ്ങി പ്രവർത്തിച്ച് തിരുവനന്തപുരത്തുകാർക്ക് പ്രത്യേകിച്ചും കേരളത്തിലുള്ള ഒട്ടേറെ പേർക്കും ഇന്ന് കേരള യൂണിവേഴ്സിറ്റിയുടെ ബയോ ഇൻഫർമാറ്റിക് വകുപ്പിൻ്റെ തലവനായിട്ടും അല്ലാതെയും ഒരു സാമൂഹിക സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലക്ക് കൂടി അറിയപ്പെടുന്ന വ്യക്തിയാണ് ശ്രീ പ്രൊഫസർ അച്യുത് ശങ്കർ. അദ്ദേഹത്തിൽ നിന്ന് കേരളത്തിലെ സമൂഹത്തിന് ഇനിയും ഒട്ടേറെ പ്രതീക്ഷിക്കാനുണ്ട് എന്ന് മാത്രമല്ല, അദ്ദേഹം ഈ അവാർഡിൻ്റെ N.A.Karim അവാർഡിൻ്റെ ഒരു മുൻ റെസിപ്പിയൻ്റ് കൂടി. അതുപോലെ അടുത്തത് ഫൈസൽ ഖാൻ ക്ഷണിച്ചിരുന്നു. അദ്ദേഹത്തിന് ഇന്ന് പ്രത്യേകം ചില അസൗകര്യങ്ങളാൽ എത്താൻ പറ്റില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. എങ്കിലും അദ്ദേഹത്തിന് ഇതിന് വരാമെന്ന് സമ്മതിച്ചതിനും അദ്ദേഹവും ഇത്തരത്തിൽ ഈ അവാർഡിൻ്റെ ഒരു മുൻ റെസിപ്പിയൻ്റാണ്. അദ്ദേഹത്തെ കൂടി അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലാണെങ്കിലും ഞാനിവിടെ സ്വാഗതം പറഞ്ഞുകൊള്ളട്ടെ. ഔപചാരികതയ്ക്ക് വേണ്ടി മാത്രമല്ല, ഈ ചടങ്ങിൽ ഇവിടെ K.M. ബഷീറിനെ പരിചയപ്പെടുത്തുന്നത് ട്രസ്റ്റിൻ്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള ശ്രീ A. സുഹേറാണ്. സുഹേർ വക്കം മൗലവിയുടെ പൗത്രനും അതുപോലെ നമുക്കെല്ലാം അറിയപ്പെടുന്ന വക്കം അബ്ദുൽ ഖാദർ എന്ന എഴുത്തുകാരൻ്റെ മകനും, അതിന് പുറമെ എഞ്ചിനീയറിംഗ് രംഗത്ത് ഒട്ടേറെ കാലം സേവനം ചെയ്ത് ഉന്നതമായ നിലയിൽ ഇന്ത്യക്കകത്തും പുറത്തും സേവനം ചെയ്ത് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇതിൻ്റെ ട്രസ്റ്റ് ചെയർമാൻ ആണെങ്കിൽ പോലും ഈ ചടങ്ങിൽ ഇത്തരത്തിലുള്ള ഒരു കർമ്മം നിർവഹിക്കാൻ സമ്മതിച്ചതിന് അദ്ദേഹത്തിന് നിങ്ങളുടെ പേരിൽ സ്വാഗതം പറയുകയാണ്. കായംകുളം യൂനിസ് ഇതിൻ്റെ ഈ പരിപാടിയുടെ മാത്രമല്ല ട്രസ്റ്റിൻ്റെയും എല്ലാം ലൈവ് വയറാണ്. അദ്ദേഹം ഇല്ലെങ്കിൽ ഈ ഒരു പരിപാടിയുമില്ല. അദ്ദേഹം ട്രസ്റ്റിൻ്റെ സെക്രട്ടറി കൂടിയാണ്. സാധാരണഗതിയിൽ എല്ലാ പരിപാടികൾക്കും സ്വാഗതം പറയുന്ന അദ്ദേഹം ഇന്ന് മാറി നിന്ന് എൻ്റെ തലയിൽ ഈ ചുമതല ഏറ്റത് ഒരുപക്ഷെ ഞാൻ അദ്ദേഹത്തിനൊരു സ്വാഗതം പറയട്ടെ എന്ന്. ഏതായാലും അതുകൊണ്ട് തീർച്ചയായും മുടങ്ങാതെ തന്നെ ഞാൻ അദ്ദേഹത്തിന് സ്വാഗതം പറയുന്നു. അദ്ദേഹം നമ്മുടെ ദേശീയ സാഹിത്യ അക്കാദമിയുടെ ഉപദേശക സമിതി ഒരു അംഗം കൂടിയാണ്. അദ്ദേഹം വെറും ഈ ട്രസ്റ്റിൻ്റെ പ്രവർത്തകൻ മാത്രം ആയിരുന്നില്ല, നേരത്തെ BSNL ജോലിയായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം ഒരു സാഹിത്യകാരനും ഒരു ചെറിയ രീതിയിലുള്ളൊരു പത്രപ്രവർത്തകനും കൂടിയാണ്. അദ്ദേഹത്തിനും ഈ ചടങ്ങിലേക്ക് വന്നത്. അതുപോലെ ഈ ചടങ്ങിലേക്ക് നന്ദി പറയാം എന്നിട്ടിരിക്കുന്നത് ശ്രീമതി ഫാത്തിമ സുഹേറാണ്. ഒരു എഞ്ചിനീയറാണ്. സുഹേറിൻ്റെ മകൾ കൂടിയാണ്. ബാംഗ്ലൂരിൽ നിന്ന് ഈ ചടങ്ങിൽ, പ്രത്യേകിച്ചും ഈ രണ്ട് ചടങ്ങുകൾ ഒട്ടേറെ ആകാംക്ഷയോടെ നോക്കുന്ന ഒട്ടേറെ വ്യക്തികൾ, മലയാളികളായിട്ടുള്ളവർ കേരളത്തിന് വെളിയിലുണ്ട്. അതിന് ഈ ഇവിടെ വരികയാണെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ തീർച്ചയായും എന്തെങ്കിലും ഒരു കടമ കൂടി കൊടുത്ത് ഇതിൽ പങ്കാളിയാക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഫാത്തിമ സുഹേറിനെ ഞങ്ങൾ ഇവിടെ ഈ ഒരു ചടങ്ങ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഫാത്തിമയ്ക്ക് സ്വാഗതം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം.